ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയും സച്ചിയും അമ്മയെ പോലീസ് പിടിച്ചു എന്നറിഞ്ഞതോടുകൂടി ഓടി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവു ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. രേവതി ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു. അപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിച്ചു രേവതി. അകത്തുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. ഇവർ ഓടി അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അമ്മ അവിടെ നിൽക്കുക. അമ്മയും രേവതി കെട്ടിപ്പിടിച്ച് കരയാം. അപ്പോൾ പോലീസുകാരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ, അന്തം വിട്ട്. അമ്മയ്ക്കും ഭയങ്കര സങ്കടം. അമ്മ എന്താ അമ്മ ഇത്? എന്നാലും ശരത്ത് കാരണം അമ്മ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടി വന്നില്ല അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ മുൻപ് അവൻ കാരണം നിങ്ങളുടെ അച്ഛനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നതാണെന്ന കാര്യം അമ്മ ഇങ്ങനെ പറയുക. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളാ അന്ന് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ അമ്മ ഇങ്ങനെ കരയുന്നു. അതുപോലെ ഇപ്പം ഞാനും ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നു. എന്തിനാ മോളെ? അപ്പം അവൻ എവിടെയാണെന്ന് പറയാനാണ് ഇവരെന്നോട് പറയുന്നത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു അമ്മേ. അപ്പോൾ മോളെ അവനെ ഇവിടെ കൊണ്ടുവരാതെ എന്നെ വിടുന്നില്ലെന്ന് അവർ പറയുന്നതെന്ന കാര്യമൊക്കെ അമ്മ പറയുമ്പോൾ, അമ്മ ഇങ്ങനെ അമ്മ കരയല്ലേ, ഞാൻ സാറിനോടൊന്ന് സംസാരിക്കട്ടെ, രേവതി നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുക. അപ്പോൾ സാർ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? സാറേ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെന്നപ്പോഴേക്കും അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് SI ഇവരോട് രണ്ടുപേരോടും പറയും കേട്ടോ. അപ്പോഴേക്കും അമ്മയും അവിടെ ഇങ്ങനെ ഇരിക്കുക. അമ്മയ്ക്കും ഭയങ്കര സങ്കടം. എത്ര ചോദിച്ചിട്ടും അവൻ എവിടെയുണ്ടെന്ന് അവർ പറയുന്നില്ല എന്നും ഈ പോലീസുകാരൻ പറയുമ്പോൾ, അറിയാതെ എങ്ങനെയാണ് സാർ പറയുന്നത്? ശരത്ത് എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം നിൻ്റെ അമ്മയല്ലേ പരാതി തന്നത്? കള്ളനെ പിടിക്കാനേ മുകളിൽ നിന്ന് പ്രഷറുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അക്രമം അത് വേറെ വഴിക്ക്. അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് ഈ പോലീസുകാരൻ ചോദിക്കുക കേട്ടോ. അതേ ഞങ്ങൾ ചെയ്യുന്നുള്ളെന്നും. സാർ അതിന് നിങ്ങൾ അവനെ പിടിക്കുക, അമ്മ എന്തിനാ പിടിച്ചുകൊണ്ട് വന്നതെന്ന് സച്ചി ചോദിക്കും. അപ്പോൾ അവരെന്ത് പഴിച്ചു എന്ന് ചോദിക്കുമ്പം, അവൻ്റെ അമ്മ ഇവിടെ പിടിച്ചിരുത്തി എന്നറിഞ്ഞാലേ അവൻ ഇവിടെ വന്നോളും, ഇവിടെ വന്ന് കീഴടങ്ങിക്കോളുമെന്നും ഈ പോലീസുകാരൻ പറയും. അതൊക്കെ കേട്ടപ്പോഴേക്കും രേവതിയും ദേവും നിന്ന് കരയും. ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ താങ്ങാനും പറ്റാതിരിക്കുന്നു. സാർ ഒരു തെറ്റും ചെയ്യാത്ത അവരെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് ശരിയല്ല, അവരെ വിടണം സാർ എന്ന് പറയുമ്പം, നീ എന്താണ് എൻ്റെ അടുത്ത് ഓർഡർ ഇടുവാണോ എന്ന് SI ചോദിച്ചു സച്ചിയോട്. ശരത്ത് ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാം ഇല്ലേടാ എന്ന് ചോദിച്ചു. പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ അവനെ സ്റ്റേഷനിൽ എത്തിക്കാവെന്നും പറഞ്ഞ് നീ അവനെ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചില്ലേടാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ അയ്യോ ഇല്ല സാർ എന്ന് പറഞ്ഞ് സച്ചി രേവതി നിൽക്കുക കേട്ടോ. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നിന്നെപ്പോലെയുള്ള കുറേ എണ്ണത്തിന് ഒരുപാട് ഒരു ദിവസം ഞാൻ കണ്ടു പോകുന്നല്ലേടാ, അപ്പോൾ നീ കൂടുതൽ ബുദ്ധിശാലിയൊന്നും എൻ്റെ അടുത്ത് കളിക്കണ്ടെന്നൊക്കെ പോലീസുകാരൻ പറയുമ്പോൾ, സാർ എൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് രേവതി പറയാം. അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതിൻ്റെ വിഷമത്തിൽ എൻ്റെ അമ്മ ഒരു പാവമാണ് സാർ, ഇങ്ങനെ ഉപദ്രവിക്കരുത്, അമ്മയെ വെറുതെ വിടണം സാർ എന്നൊക്കെ രേവതി ഇങ്ങനെ സാറിനോട് താണുകയാണ് പറയാം. സാർ പ്ലീസ് സാർ ഒന്ന് മനസ്സിലാക്കുക സാർ എന്നൊക്കെ. അപ്പം കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല, നിങ്ങളുടെ അനിയൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ, അല്ലെങ്കിൽ അവനെ ഇവിടെ എത്തിക്ക്, എന്നിട്ട് നിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് നീ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പം, സാർ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല, അവൻ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് രേവതി ഇങ്ങനെ സാറിനോട് ഇതായിട്ട് പറയുക. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം സാർ, സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അവൻ എവിടെയുണ്ടെന്ന്, അമ്മയെ വിടണം സാർ പ്ലീസ് എന്ന് പറഞ്ഞ് കാല് പിടിക്കുക. അപ്പോൾ തൊഴുതിട്ടോ കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല നീ പോലീസുകാർ. സാർ ഇതെന്തൊരു അന്യായമാണ്, കട്ടവനെ കിട്ടിയില്ല കണ്ടവനെ പിടിക്കുക എന്നതുപോലെ സാർ എന്താ ഈ ചെയ്യുന്നത്? ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. വെറുതെ നീ എന്നെ ന്യായം പഠിപ്പിക്കണ്ട, ഇവരെയും കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. സാർ എന്താ സാർ ഇത്? സാർ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ പ്ലീസ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ഇവർ രണ്ടുപേരും. അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതാ നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതെന്നൊക്കെ SI പറയാം. എന്നിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞാൽ അയാൾ അടുത്ത പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസുകാർ ഒരാൾ വന്ന് ഈ സച്ചി പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ സച്ചിട്ടാന്ന് പറഞ്ഞ് രേവതി പിന്നാലെ ചെല്ലുന്നു. അമ്മ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ, സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സാർ എന്ന് പറഞ്ഞു പുറത്തുണ്ടായിരുന്ന പോലീസുകാരനോട് പറഞ്ഞപ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാ സച്ചി? അദ്ദേഹം പറഞ്ഞു എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക സാർ, പ്ലീസ് സാർ ഒന്ന് ശ്രമിച്ചു നോക്കുക സാർ എന്ന് സച്ചി ഇങ്ങനെ ഈ പോലീസുകാരനോട് കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്തു പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവവും പറഞ്ഞു നേരം. സാർ പ്ലീസ് ഒന്ന് പറയാൻ പറഞ്ഞപ്പം സച്ചി, ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ അങ്ങ് പോകുമ്പോൾ, സാർ പ്ലീസ് സാർ ഞങ്ങൾ ഉപേക്ഷിക്കരുത് സാർ എന്ന് പറഞ്ഞ് സച്ചി ചെല്ലുമ്പോൾ, സച്ചി ഞാൻ വിചാരിച്ചൊന്നും നടക്കില്ല, പിന്നെ നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുക. SI പോയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ, സാർ പ്ലീസ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യും കാലും പിടിച്ച് അപേക്ഷയായിട്ട് ഇങ്ങനെ ചെന്നപ്പോൾ, സാർ അമ്മയും മോളും മാത്രമേ ഉള്ളൂ സാർ വീട്ടിൽ, അവനാണെങ്കിൽ
അവനാണെങ്കിൽ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇവരാണെങ്കിൽ ആകെ തകർന്ന പറ്റില്ല, പ്ലീസ് സാർ ഒന്ന് കൈയൊഴിയരുത് സാർ, പ്ലീസ് സാർ, ശരത്ത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, സത്യമായിട്ടും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം സാർ, എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചോളാം സാർ, പ്ലീസ് സാർ, അമ്മയൊന്ന് വിടണം സാർ എന്ന് പറഞ്ഞ സച്ചി കാല് പിടിക്കുക എസ്ഐയുടെ. അപ്പോൾ ഇതൊന്നും താങ്ങാൻ അമ്മയ്ക്ക് പറ്റത്തില്ല സാർ, അമ്മ വിട്ടേക്കണം സാർ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ദേവ് പറഞ്ഞു ഇതൊരു സാധാരണ കംപ്ലൈൻ്റ് അല്ല, ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നതാണെന്നും പോലീസുകാരെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, നല്ല പ്രഷർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാം സാർ, ഞാൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി സാറിന് മുന്നിൽ എത്തിച്ച് തരാം, അമ്മ ഒന്ന് വിടണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഞാൻ നിനക്ക് ഒരു ദിവസത്തെ സമയം തരാം, അവൻ എവിടെ എത്തിച്ചിരിക്കണം എന്ന് ഈ സാർ ഇങ്ങനെ പറയാം. പിന്നെ ഇല്ലെങ്കിലേ നിങ്ങളുടെ അമ്മയ്ക്കെതിരെ ഞാൻ കേസെടുക്കുമെന്നും ഈ എസ് ഐ സച്ചിയോട് പറയുന്നേ, അവരും കൂടി അറിഞ്ഞിട്ടാണ് ഈ മോഷണം നടന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും എന്ന കാര്യമൊക്കെ എസ് ഐ സാർ ഇങ്ങനെ പറയുമ്പോൾ ഇവർ കൈകൂപ്പി നിൽക്കുക രേവതിയൊക്കെ. ഇപ്പം നീ അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. സച്ചി കയ്യേ കാലേ പിടിച്ച് ആ ഒരു കാര്യം ചെയ്തു. എടോ അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് സാറങ്ങ് പോയി. ഈ കോൺസ്റ്റബിൾ ചേട്ടനകത്തേക്കും കയറിപ്പോയി. എന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അകത്ത് ചെന്നപ്പോഴേക്കും ബാക്കിയുള്ള സാറുമാർ നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങനെ തലതിരിഞ്ഞ മക്കളുണ്ടായാലേ ഇതുപോലെ സ്റ്റേഷനിലൊക്കെ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറയാം, ഇതൊക്കെ സമയദോഷമാണെന്ന് കരുതി സമാധാനിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നേ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പോയിക്കോളാം സാറ് പറഞ്ഞെന്നും പറഞ്ഞിങ്ങനെ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് രേവതി ഓടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് വിളിച്ചൊരു ഒറ്റ കരച്ചിൽ. അങ്ങനെ അമ്മയും രേവതിയും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ശരത്തിനെ പറ്റി പറയുകയാണ്. അവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കട്ടെ എന്നൊക്കെ അമ്മ പറയുമ്പം ഇല്ലമ്മേ, അവനെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് സച്ചി ഇങ്ങനെ പറയാം. അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ അവനെ ജയിലിൽ അടയ്ക്കുമെന്ന് സച്ചി ഇങ്ങനെ അമ്മയോട് പറയുവാണ്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. സച്ചി പേടിച്ചു, ഇനി പറഞ്ഞ കാര്യം അങ്ങനെ കേട്ടോന്ന്. സാർ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ കാണാനും ശരത്തിൻ്റെ കേസ് കോടതിയിലെത്താതെ പരിഹരിക്കാൻ നോക്കാനും പറഞ്ഞു. കേസായാൽ അവന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഈ പോലീസുകാരൻ സച്ചിയോട് പറയാം. അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയൊക്കെ ചങ്കിൽ കൈവച്ചു ഇങ്ങനെ കരയുമ്പം സാറിൻ്റെ പരിചയത്തിൽ നല്ല അഡ്വക്കേറ്റ്സ് ആരെങ്കിലും കാണുമല്ലോ, ആരെ കാണണ്ടേന്ന് വെച്ചാൽ സാറ് തന്നെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പം അഡ്വക്കേറ്റ് വിജയകൃഷ്ണൻ സാറിനെ കണ്ടാൽ മതി, നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. വാരച്ചിറ ജംഗ്ഷന് സമീപത്തെങ്ങാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. ശരിയെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ചെന്ന് കാണാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഇവർ എന്നിട്ട് വക്കീലിനെ കാണുമ്പോൾ അപ്പോൾ രേവതി പറഞ്ഞു ഞാനും വരാൻ സച്ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാണാൻ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതിയെയും മീരയെ കാണിക്കുന്നത്. നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നില്ലേ, ഇനി എന്തിനാ നീ അവരെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. നവീൻ ദാസിൻ്റെ ആ ഒരു ശല്യം അവൻ അവസാനിപ്പിച്ചു, നീ വീഡിയോ അവന് കൊടുക്കുകയും ചെയ്തല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ വരാൻ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമ്പം അതെനിക്ക് അറിയില്ല അടി, ഒഴുക്കുള്ള വെള്ളത്തിൽ ഒരു ഇല വീണാലേ വെള്ളം ഒഴുകുന്നിടത്തെല്ലാം ആ ഇലയ്ക്ക് പോവേണ്ടി വരും, എൻ്റെ ലൈഫും ഇപ്പം അതുപോലെയാണെന്നൊക്കെ പറയാം, എപ്പോൾ എന്ത് നടക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയണു. ഇനിയിപ്പോൾ പുതുതായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് കാണാനായിട്ട് പോയി ആൻ്റണിയെ. എന്തിനാ കാണാൻ വരാൻ പറഞ്ഞതെന്ന് ആൻ്റണിയോട് ശ്രുതി ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രുതി ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലതെന്ന് ഇയാൾ പറയാട്ടോ, നിങ്ങളിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൻ്റണി ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നവീൻദാസിനെ അടച്ചിട്ടിരുന്ന ആ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നവീൻദാസ് ഗുരുതരാവസ്ഥയിൽ അവിടെ കിടക്കും. ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇത് കണ്ട് ശ്രുതി നടുങ്ങിപ്പോയി. എന്താ പറ്റിയേ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ നല്ലോണം പെരുമാറിയെന്നും ബോംബെയിലേക്ക് പാഴ്സൽ ചെയ്യാമെന്നാണ് വിചാരിച്ചേ, പക്ഷേ അടി ഇവന് താങ്ങാൻ പറ്റിയില്ല എന്നും ഇങ്ങനെയായി പോയെന്നുള്ള കാര്യവും ആൻ്റണി പറയോ. അയ്യോ ആള് മരിച്ചോ? നീയൊക്കെ എവിടെ നിന്ന് വരുന്ന മീരെ? മരിച്ച ആൾക്ക് ട്രിപ്പ് ഓക്സിജനൊക്കെ കൊടുക്കോടി ആൻ്റണി മീരയോട് ചോദിക്കും. അപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല, ജീവനൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയൊരു പ്രശ്നം. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കും കേട്ടോ. എല്ലാവരും മാറി ഇടിച്ചപ്പോഴേ നെഞ്ച് ഇടിച്ച് തറയിൽ വീണതാ, അപ്പോഴേ ബോധം പോയെന്നുള്ള കാര്യം പറയണു. പിന്നെ ഇതുവരെ ഇവന് എഴുന്നേറ്റിട്ടില്ല എന്നും പറഞ്ഞു. അയ്യോ, അപ്പോൾ എനിക്ക് പരിചയത്തിലുള്ളൊരു ഡോക്ടറെ വിളിച്ചൊക്കെ നോക്കിയായിരുന്നു, വേറെ കാര്യമൊന്നുമില്ല, ഇവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തണം, ഇല്ലെങ്കിൽ ഒരാഴ്ച പോലും നിൽക്കില്ല, ഇവൻ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വെളുക്കാൻ തേച്ചത് പാണ്ടായി, വിനാശകാല വിപരീത ബുദ്ധി. എന്തായാലും സച്ചിയോട് ചെയ്ത ദ്രോഹത്തിന് കിട്ടേണ്ടത് ശ്രുതിക്ക് കിട്ടി. അപ്പം തന്നെ നീ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ലേ വേണ്ടായിരുന്നു എന്ന് മീര ചോദിക്കുമ്പം, എന്നിട്ട് ഞാൻ ജയിലിൽ പോകണമായിരിക്കും അല്ലേ, അതാണോ നീ ഉദ്ദേശിച്ചത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പോലീസിൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറയും, കേസാവുകയും ചെയ്യും. എന്തിനാ ഇവൻ ഇങ്ങനെ അടിച്ചേ എന്ന് ശ്രുതി ചോദിക്കുമ്പം ഇതൊക്കെ ഒരു അടിയാണോ?
ഇവനെ താങ്ങാനുള്ള ശേഷിയില്ലാത്ത എൻ്റെ കയ്യിലെ കുഴപ്പമാണോ? അതാ ഇപ്പം ഇങ്ങനെ ആയി പോകാൻ കാരണം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ആൻ്റണി ശ്രുതിയോട് പറയും, ഇവൻ അടുത്ത കാലത്ത് രണ്ടാമതൊരു കല്യാണം കഴിച്ചായിരുന്നല്ലോ, ഇവൻ്റെ ഭാര്യ ഇവനെ കാണാനില്ലെന്നും പറഞ്ഞ് പോലീസ് പരാതി കൊടുത്താലേ അവർ അന്വേഷിക്കും, ഉറപ്പാ. ഒടുവിൽ അവരിവിടെ എത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈശ്വരൻ ഇനി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക. പോലീസ് എന്നെ ഇവനെ അറസ്റ്റ് ചെയ്താലേ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ശ്രുതി, ഞാൻ നിൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞു. എൻ്റെ പേരോ? അതിന് ഞാനിവനെ അടിച്ച് ഈ പരുവത്തിലാക്കാൻ വല്ലതും പറഞ്ഞോ? നീ പറഞ്ഞല്ലോ, നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാനിത് ചെയ്തത്. എനിക്ക് പിന്നെ നേരെ പരിചയം പോലുമില്ല. അവനിനി എന്നെ തേടി വരരുത്, അവൻ്റെ ശല്യം ഉണ്ടാകരുത്, അവനെ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് നീയല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഷോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞ് ഇതാണോ? അവൻ മരിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രമല്ലോ, നീയും കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുക ഇയാൾ. പെട്ടാ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പെടത്തില്ല, നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്നും ശ്രുതിയോട് ഇയാൾ പറയും. ഒരു പക്ഷേ എന്നെക്കാളും ശിക്ഷ നിനക്കായിരിക്കും കിട്ടുന്നത്, ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടതായിട്ടൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതിയെ ഇവൻ പേടിപ്പിക്കുക. നീ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്താണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു നിന്നെ ഭീഷണിപ്പെടുത്തണം, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇവൻ മരിച്ചാലേ അതോടെ എല്ലാം തീരും, ഞാനതാ ഓർമ്മപ്പെടുത്തിയതെന്നാണ് പറയണം. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോടൊന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞതെന്നും പറഞ്ഞു. കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് മീര ചോദിക്കുമ്പം നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, എത്തിച്ചാൽ പോലീസ് കേസ് ആകുമെന്ന്, നമ്മളകത്താകുമെന്നും ആൻ്റണി ഇങ്ങനെ ഇവരോട് പറയുക. എന്തായാലും പെട്ട് ശ്രുതി മോള്. എൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയത്തിൽ വയനാട്ടിൽ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ടെന്നും ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് അവിടെ ഉള്ളത്, അപ്പോൾ അല്പം ചിലവുള്ള ചികിത്സയാണ്, അവിടെ ഇവനെ കൊണ്ടേ ആക്കാം. അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയാലും ട്രീറ്റ്മെൻറ്റ് ചിലവ് മൊത്തം നീ നോക്കണം, ചികിത്സയ്ക്ക് ഒരു 2 ലക്ഷം രൂപയാണ് വേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടി. അതിനിപ്പോൾ എന്താ, കാശ് കടം കൊടുക്കുന്ന ആളല്ലേ ആൻ്റണിയുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, എടുത്ത് ചിലവാക്കാൻ പറഞ്ഞു മീര. ഇവനെ രക്ഷിക്കാൻ ഞാനെന്തിനാ കാശ് ചിലവാക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, മരിച്ചാൽ ആജീവനാന്തകാലം ജയിലിൽ കിടക്കേണ്ടത് ശ്രുതിയാണെന്ന കാര്യം ഇങ്ങനെ ആൻ്റണി പറയണം. ഇവള് കാശ് ചിലവാക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ എവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കണു. നീ എനിക്ക് 2 ലക്ഷം രൂപ തന്നാൽ ഞാൻ ഇവനെ ഇപ്പം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിന് മാത്രം കാശൊന്നുമില്ല ആൻ്റണി, കാശില്ലെങ്കിൽ കടം വാങ്ങിച്ച് എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ ആൻ്റണി ഇവളോട് പറയുവാണ്. പെട്ടെന്ന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഇവ മരിച്ചു പോകും, ഞാൻ പറഞ്ഞേക്കാം, പിന്നെ നീ ജയിലിൽ പോകേണ്ടിയും വരുവേ, ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുന്നു. നീ ഏതോ വിഷയത്തിൽ നിൻ്റെ കുടുംബത്തെ ചതിച്ചിട്ടുണ്ട്, എന്തോ മറച്ചു പിടിക്കുന്നതുമുണ്ട്, അപ്പോൾ വിഷയം എന്താണെന്ന് നവീൻദാസിന് അറിയുകയും ചെയ്യാം, അതുകൊണ്ടാണ് നീ ഇവനെ പേടിക്കുന്നത്. എന്തായാലും നീ തന്നെ കാശ് മുടക്കുക, അല്ലെങ്കിൽ കാര്യം കൈവിട്ട് പോകും ശ്രുതി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല എന്നും പറഞ്ഞു ശ്രുതി. എനിക്ക് കുറച്ച് ടൈം വേണമെന്നും പറയാം, ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ ടൈമൊന്നും ഇല്ല തരാനായിട്ട്, പെട്ടെന്ന് വേണം, ഇല്ലെങ്കിൽ ഇവൻ ചത്തുപോകും. ഇവൻ മുകളിലോട്ട് പോയതിന് ശേഷം നീ കാശുമായിട്ട് വന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കാം എന്നും പറഞ്ഞ് ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റണി ആണെങ്കിൽ വാതിലടച്ച് കുറ്റിയിട്ടു. ആ സമയത്ത് മറ്റവൻ എഴുന്നേക്കുക. ആരാ? നവീൻദാസ്. ഇപ്പം നവീൻദാസും ആൻ്റണിയും ഒറ്റക്കെട്ടായി ശ്രുതി എന്ന് പറയുന്ന മന്ദബുദ്ധിയെ പറ്റിക്കാം. അവൾ കാശ് തരുമെന്ന് പറഞ്ഞല്ലോ അല്ലേ ആശാനെ, ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അവൾ വരുമ്പോൾ ഇവിടെ ഒന്ന് കിടന്നാൽ പോരെയെന്നും ഈ നവീൻദാസ് ചോദിക്കാം. തൽക്കാലം നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, കാശാദ്യം വരട്ടെ, ഈ 2 ലക്ഷത്തിൽ നിർത്തത്തില്ലല്ലോ നമ്മൾ, ഇനി എത്ര കാശ് വാങ്ങിക്കാനിരിക്കുന്നു. അപ്പോൾ അതെ ഒടുക്കം അവളുടെ ഭർത്താവിൻ്റെ ഷോറൂം വരെ അവൾക്ക് വിൽക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആൻ്റണി പറയാം. നവീൻദാസും ഇവനും ഒറ്റക്കെട്ടായി. ദേ ഈ കൂട്ടുകച്ചവടം ഇല്ലേ, നമ്മൾ പൊടിക്കും ആൻ്റണി എന്ന് പറഞ്ഞുകൊണ്ട് നവീൻദാസ് ആൻ്റണിയോട് പറയുന്നു. അവൾക്കതല്ല അതിനപ്പുറം കിട്ടിയാലും ഒരു അത്ഭുതവും ഇല്ല. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ രേവതിയും സച്ചിയും കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെന്നു. വക്കീലിനെ കാണാൻ ചെന്നു. വരൂ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക കേട്ടോ. സാറിൻ്റെ പേര് സച്ചി എന്നല്ലേ? അതെ, താങ്കളുടെ അനിയൻ ശരത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനല്ലേ വന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇതെങ്ങനെ സാറിന് അറിയാമെന്ന് ചോദിച്ചു സച്ചി. സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച വിനയൻ സാറേ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. പിന്നെ സച്ചിയുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ആ പയ്യൻ കാശ് മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ, മോഷണം അവൻ്റെ സൈഡ് ബിസിനസ് വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാറേ, പിന്നെ ഇവർ വിവരങ്ങളെല്ലാം സാറിനോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോയാൽ അവൻ്റെ ഭാവി പോകും സാറേ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ സങ്കടത്തോടു കൂടി സാറിനോട് പറയൂ കേട്ടോ. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിച്ച് തരണം സാറേ എന്ന് പറഞ്ഞു. അവൻ ജയിലിൽ പോകാതെ നോക്കണമെന്ന് പറയുമ്പം എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാകും, അവന് ഇപ്പോഴും പോലീസ് പിടികൂടാത്തത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന കാര്യം പറയുവാണ്. പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലേ അവനിപ്പോൾ റിമാൻഡിലാകുന്ന കാര്യം ഉറപ്പാണ്. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോഴെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നിങ്ങനെ ഈ വക്കീൽ ചോദിക്കുമ്പം സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ അത് പിന്നെ സാർ അത് നിങ്ങൾ പോലീസിനോട് പറയുമൊന്നും വേണ്ട, പക്ഷേ എന്നോടത് നിങ്ങൾ പറയണം, പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് ഈ വക്കീൽ പറയണേ.
അന്നേരം അത് പിന്നെ സാർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വക്കീൽ ഇങ്ങനെ ഇരിക്കുക. പോലീസ് അവനെ അന്വേഷിക്കുന്നുണ്ടെന്നും ഒരിക്കലും പിടി കൊടുക്കരുതെന്നും വക്കീൽ പറയുവാണ്. പിന്നെ ഇത്തരം കേസുകൾ കോടതിയിലെത്താതെ ഒത്തുതീർപ്പാക്കുന്നതാണ് നല്ലതെന്നും അതിന് കുറച്ച് കാശ് ചിലവാകുമെന്നും പറഞ്ഞു. പിന്നെ തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ കാശ് ചിലവാകാതെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമെന്നിങ്ങനെ വക്കീൽ പറഞ്ഞു. ശരത്തിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ കംപ്ലൈൻറ്റ് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇല്ലാതായിക്കോളും. പിന്നെ അപ്പം ഇതിനൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞു. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മയോട് പരാതി പിൻവലിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ സച്ചിക്കും രേവതിക്കും അത് നടക്കില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ ചെന്ന് സംസാരിച്ച അമ്മ ഒരിക്കലും അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കാൻ സച്ചി രേവതിയുമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ രേവതി പറഞ്ഞു അച്ഛനും ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന്. നിങ്ങൾ ഇവിടെ ഇരുന്ന് സമ്മതിക്കില്ലെന്ന് പറയാതെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ശരി സാർ, ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ശ്രുതിക്ക് നല്ല ആകാശ കോടാലിയായിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.